ഓഫീസിലെ റിവോൾവിംഗ് ചെയറിൽ CI ഫ്രാൻസിസ് അമർന്നിരുന്നു. അയാളുടെ ചിന്തകൾ മുഴുവനും ഫാദർ ജോണിന്റെ വാക്കുകളായിരുന്നു. ഈ കേസ് അന്വേഷിക്കരുത്, അപകടമാണ്. ആ താക്കീത് തന്റെ കാതുകളിൽ മുഴങ്ങുന്നു. ടേബിളിലിരുന്ന പേപ്പർ വെയ്റ്റ് അയാൾ കയ്യിലെടുത്ത് ശക്തമായി കശക്കി. അയാളുടെ മനസ്സ് കലുഷിതമായിരുന്നു. യുവാക്കളെ കൊണ്ടുപോയി കൊല്ലുന്ന നായയോ? മണ്ണാങ്കട്ട! എന്തൊരു ശുദ്ധ അസംബന്ധം! ഇതൊരു ശുദ്ധ തട്ടിപ്പാകാനാണ് സാധ്യത. ഈ നായയുടെ മറവിൽ അവയവലോപിയായിരിക്കുമോ? ഫാദറിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? കുറേയേറെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ മനസ്സിൽ ഉണർന്നു. ഒന്നുമൊന്നും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. തൻ്റെ ചിന്തകൾക്കുമപ്പുറം എന്തൊക്കെയോ. ആ ഫാദറിനെ ഒരിക്കൽ കൂടി ഒന്ന് കാണണം, വിശദമായി ഒന്ന് ചോദ്യം ചെയ്യണം. കേസിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. വ്യക്തമാകാത്ത രീതിയിൽ എന്തൊക്കെയോ അദ്ദേഹം പറയുന്നു. എങ്ങനെയും ഈ കേസിലെ ദുരൂഹതകൾ അഴിക്കണം. എന്തിനാകും ആ കല്ലറയുടെ മൂടി തുറന്നത്? അവിടെയൊരു അക്രമം നടന്ന സൂചന പോലുണ്ടായിരുന്നു. ഫാദറിനതിൽ പങ്കുണ്ടാകുമോ? എന്തിനു വേണ്ടി? ഹിമാലയവും ഈ കേസും തമ്മിൽ എന്തു ബന്ധം? ബെല്ലിൽ അദ്ദേഹം വിരലമർത്തി. തന്റെ മുറിയുടെ വാതിൽ തുറന്നടഞ്ഞു. സിവിൽ പോലീസ് ഓഫീസർ ഹരികൃഷ്ണനാണ് വാതിൽ തുറന്നത്. ദീർഘകായനായ അയാൾ തന്റെ മുന്നിൽ വന്ന് സല്യൂട്ട് ചെയ്തു നിന്നു. സർ, എന്തിനാണ് വിളിച്ചത്? ബഹുമാനപൂർവമാണ് അയാൾ ചോദിച്ചത്. താൻ മൂന്നാറിലെത്തിയ അന്നു മുതൽ തന്റെ സന്തത സഹചാരിയാണ് ഹരി. ഇവിടുള്ള ഓരോ സ്ഥലങ്ങളും അവന് ഹൃദ്യസ്ഥമാണ്. ഹരി, പുലിപ്പാറയിൽ മരണപ്പെട്ടവരുടെ ക്രൈം ഫയൽ ഒന്ന് തപ്പിയെടുക്കണം. ഒരു 15 വർഷം മുൻപ് വരെയുള്ളവ. ഇത് പറഞ്ഞു തീർന്നപ്പോൾ ഹരിയിൽ ഒരു നടുക്കം കാണപ്പെട്ടു. എന്തിനാണ് സാർ? ഞെട്ടൽ വെളിയിൽ കാണിക്കാതാണ് അവൻ ചോദിച്ചത്. എനിക്ക് ആ ഫയലുകൾ എല്ലാം ഒന്ന് പഠിക്കണം, പലതും അറിയാനുണ്ട്. നിസ്സാരമായാണ് അദ്ദേഹം പറഞ്ഞത്. അത്... വാക്കുകൾ മുഴുമിക്കാനാവാതെ ഹരി പതുങ്ങി. ചോദ്യഭാവത്തിൽ CI അവനെ രൂക്ഷഭാവത്തോടെ നോക്കി. ഹരിയോടായി അദ്ദേഹം ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു, പറയൂ ഹരി. സാർ, എന്തിനാണ് ക്ലോസ് ചെയ്ത ഫയലുകൾ വീണ്ടും? ഹരി പരുങ്ങലോടെ ബാക്കി പൂരിപ്പിക്കാനാവാതെ നിന്നു. എന്റെ ഓർഡറാണ്, നിങ്ങൾ ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി. ഇടിമുഴക്കത്തോടുള്ള ശബ്ദത്തിലാണ് CI പ്രതികരിച്ചത്. ഹരി സല്യൂട്ടിന് ശേഷം ഹാഫ് ഡോർ തുറന്നിറങ്ങുന്നത് അദ്ദേഹം നോക്കിയിരുന്നു. രോഷാകുലനായ അദ്ദേഹം കയ്യിലിരുന്ന പേപ്പർ വെയ്റ്റ് ശക്തിയായി മേശപ്പുറത്തേക്കെറിഞ്ഞു. പിന്നീട് അദ്ദേഹം ചിന്താധീനനായി. പല പല ചിന്തകൾ അദ്ദേഹത്തെ ഗ്രസിച്ചു തുടങ്ങി. അന്വേഷണം എവിടെ നിന്ന് തുടങ്ങണം? സാർ, അകത്തേക്ക് വരാമല്ലോ? വെളിയിൽ നിന്നും ഹരിയുടെ ശബ്ദം കേട്ടാണ് അദ്ദേഹം ചിന്തയിൽ നിന്നും ഉണർന്നത്. യെസ്, വരൂ. കുറെ ഫയലുകളുമായാണ് ഹരി എത്തിയത്. ആ ഫയലുകൾ അദ്ദേഹത്തിന്റെ മുമ്പിലായി വെച്ചു. അപ്പോൾ വളരെ ശാന്തനായിരുന്നു CI ഫ്രാൻസിസ്. ഹരി മെല്ലെ അദ്ദേഹത്തെ വിളിച്ചു. സർ, എനിക്ക് എന്തോ അവന് പറയുവാനുള്ളതുപോലെ. കുറച്ചു മുൻപ് അവനോട് ശബ്ദമുയർത്തി സംസാരിച്ചതിൽ അദ്ദേഹത്തിന് വിഷമം തോന്നി. ഞാൻ ഒച്ചവെച്ച് താങ്കളോട് സംസാരിച്ചുവല്ലേ? സോറി. ഹരിക്ക് എന്നോട് പറയുവാനുള്ളത് തുറന്നു പറഞ്ഞോളൂ. വളരെ സൗഹൃദത്തോടാണ് അദ്ദേഹം ഹരിയോട് പറഞ്ഞത്. സർ, ഈ കേസ് അങ്ങ് അന്വേഷിക്കരുത്, അപകടമാണ്. ആ നായ സത്യമാണ്. അയാൾ ഭീതിയോടാണ് പറഞ്ഞു നിർത്തിയത്. അയാളുടെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകിയിരുന്നു. ശരി, ഞാനിതൊന്ന് പഠിക്കട്ടെ. നിസ്സാരമായാണ് CI ഉത്തരം പറഞ്ഞത്. ഹരികൃഷ്ണൻ സല്യൂട്ടോടെ വെളിയിലിറങ്ങി. ഹരി കൊണ്ടുവന്ന ഫയലുകൾ ഓരോന്നും അദ്ദേഹം തുറന്നു പരിശോധിച്ചു. അദ്ദേഹം ഫയലുകൾ സൂക്ഷ്മതയാർന്ന കണ്ണുകൾ കൊണ്ട് വിശദമായി പഠിക്കുകയായിരുന്നു. ആ ഫയലുകളിൽ എന്തെങ്കിലും പഴുതുകൾ ഉണ്ടോ എന്ന്. രാത്രി 10 മണിയോടെയാണ് CI ഫ്രാൻസിസ് സർവീസ് ബുള്ളറ്റ് ബൈക്കിൽ ഏകനായി എസ്റ്റേറ്റ് ബംഗ്ലാവിലെത്തിയത്. ആരെയും ഈ വിവരം അറിയിച്ചിട്ടില്ല. തൽക്കാലം തന്റെ നീക്കങ്ങൾ ആരും അറിയണ്ട. സംഘടിതമായ ഒരു നീക്കം ഈ കേസിനെ ബാധിക്കുവാൻ പാടില്ല.
ഈ കെട്ടുകഥകൾക്ക് ഒരു അവസാനം താനായിട്ട് ഉണ്ടാക്കുമെന്ന ദൃഢനിശ്ചയമായിരുന്നു അദ്ദേഹത്തിന്. ആ ഭീമൻ ഗേറ്റിനരികിലായി ബുള്ളറ്റ് സൈഡ് സ്റ്റാൻഡിൽ ഉറപ്പിച്ചു. പാൻറ്റും ടീഷർട്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. ശക്തിയേറിയ ഹെഡ്ലാമ്പ് അദ്ദേഹം തലയിൽ പിടിപ്പിച്ചു. സർവീസ് റിവോൾവർ കയ്യിലെടുത്ത് അതിന്റെ സേഫ്റ്റി ലോക്ക് മാറ്റി ഭദ്രമായി പിടിച്ചു. ജസ്റ്റിന്റെ മരണത്തിന്റെ അന്വേഷണത്തിനായി വാങ്ങിയിരുന്ന ഗേറ്റിന്റെ താക്കോൽ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹം എടുത്തിരുന്നു. ശബ്ദമുണ്ടാക്കാതെ താഴെ തുറന്ന് ഒരാൾക്ക് കയറാവുന്ന പോലെ അദ്ദേഹം ഗേറ്റ് തുറന്നു. മെല്ലെ അദ്ദേഹം ബംഗ്ലാവിനരികിലേക്ക് നടന്നു. തെല്ലും ശബ്ദമുണ്ടാക്കാതെയാണ് അദ്ദേഹം നടന്നത്. മങ്ങിയ നിലാവുണ്ടായിരുന്നതിനാൽ ലൈറ്റ് അദ്ദേഹം പ്രവർത്തിപ്പിച്ചില്ല. എന്തോ ഒന്നിന്റെ സാമീപ്യം തന്നെ ചൂഴ്ന്നു നിൽക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ആരോ ശ്രദ്ധിക്കുന്നതായി ഒരു തോന്നൽ. അദ്ദേഹം പതറിയില്ല. കുറച്ചു സമയം കൊണ്ട് ബംഗ്ലാവിനൊരു വലത്ത് വെച്ചു. പ്രത്യേകിച്ച് ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. തിരികെ അദ്ദേഹം ഗേറ്റിനരികിലേക്ക് നടക്കുവാൻ തുടങ്ങി. അപ്പോൾ പിൻഭാഗത്തായി ഒരു മുരൾച്ച കേട്ടതുപോലെ. പിന്നീട് ആ മുരൾച്ച ശക്തമായി. അദ്ദേഹം പിന്തിരിഞ്ഞു നിന്നു. വേഗം ഹെഡ്ലാമ്പ് പ്രവർത്തിപ്പിച്ചു. ഹെഡ്ലാമ്പിന്റെ ശക്തിയേറിയ വെളിച്ചത്തിൽ തന്റെ നേരെ കുതിക്കാനൊരുങ്ങുന്ന ഭീകരനായ ഒരു നായ. കയ്യിലിരുന്ന സർവീസ് ഗൺ ഉയർത്തി ആ നായയെ ലക്ഷ്യമാക്കി ട്രിഗർ അമർത്തി. ആ നൊടിയുടെ സമയം നായ കുതിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വീണു. വലിയ ശബ്ദത്തിൽ വെടിയൊച്ച മുഴങ്ങി. നായയുടെ പിടിയിൽ അദ്ദേഹം പുറകോട്ടു മലച്ചു. ശക്തമായാണ് അദ്ദേഹം വീണത്. ഹെഡ്ലാമ്പിന്റെ വെളിച്ചത്തിലൂടെ തന്റെ തുറന്ന കണ്ണുകളിലൂടെ നായയുടെ ഭീകര ദൃശ്യം അയാൾ അടുത്ത് കണ്ടു. ആ നായ നെഞ്ചിൽ ചവിട്ടി നിന്ന് നീണ്ട അരമുള്ള നാവുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം നക്കിത്തുടയ്ക്കുവാൻ തുടങ്ങി. മുഖത്തുകൂടിയുള്ള ആ ജന്തുവിന്റെ ഓരോ നക്കലിലും അദ്ദേഹത്തിന്റെ ബോധം മറയുവാൻ തുടങ്ങി. പിന്നീട് സുഖകരമായ ഒരു ആലസ്യത്തിലൂടെ അദ്ദേഹത്തിന്റെ ബോധമണ്ഡലം മറഞ്ഞു. ആ പോലീസ് ഓഫീസറെ ഞാൻ വിലക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെയും ആ ചെകുത്താൻ മരണത്തിലേക്ക് കൊണ്ടുപോയി. ഇത് പറഞ്ഞിട്ട് ഫാദർ നിന്ന് കിതച്ചു. നല്ല ശക്തമായ തണുപ്പുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ചെന്നിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു. ആ വിയർപ്പ് കണികകൾ മെഴുകുതിരിയുടെ നാളങ്ങളിൽ തിളങ്ങി. ഇതാണ് ഗ്രീൻ വാലി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നടന്നത്. അദ്ദേഹം പറഞ്ഞു നിർത്തി. ആ കാഴ്ചകൾ നേരിട്ട് ഒന്നുകൂടി കാണുന്ന പോലെ അദ്ദേഹം ഇരുന്നു. ഫാദറിന്റെ മുഖത്തേക്ക് നോക്കി മനുവും ജോമോനും കാർത്തികേയനും ഇരുന്നു. ഇനി എന്തു പറയുമെന്ന ആകാംക്ഷ അവരിൽ മൂവരിലുമുണ്ടായിരുന്നു. ഇതുവരെ നടന്ന ഭയാനകമായ സംഭവങ്ങൾ കേട്ടവർ തരിച്ചിരുന്നു. ആ നായയെക്കുറിച്ച് അങ്ങൊന്നും പറഞ്ഞില്ല. ജോമോനാണ് പറഞ്ഞത്. തീവ്രതയേറിയ കണ്ണുകളോടെ ജോമോനെ അദ്ദേഹം നോക്കി. ആ നോട്ടം ചൂഴ്ന്നിറങ്ങുന്നതായിരുന്നു. ഫാദറിന് ആ ചോദ്യം ഇഷ്ടമായില്ലെന്ന് ആ മുഖഭാവത്താൽ അവർക്ക് മനസ്സിലായി. ആ കഥകളിലേക്കാണ് ഞാൻ പോകുന്നത്. ഇടയ്ക്കുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഫാദർ ഒരു താക്കീതോടാണ് ജോമോനോടായി പറഞ്ഞത്. ജോമോൻ ഒരു ജാള്യതയോടെ അവരെ നോക്കി. നെറ്റിയിലെ സ്വേദകണങ്ങൾ അദ്ദേഹം തൂവാലയിൽ തുടച്ചു. കുറെ നേരം അദ്ദേഹം കണ്ണുകൾ അടച്ചു. അദ്ദേഹം പറയുന്നത് കേൾക്കുവാനുള്ള തയ്യാറെടുപ്പോടെ മൂവരും കാതു കൂർപ്പിച്ചിരുന്നു. മൂടിരോമങ്ങളില്ലാത്ത ചെന്നിയിലൂടെ അദ്ദേഹത്തിന്റെ നീണ്ട വിരലുകൾ എന്തോ പരതുന്നത് പോലെ ഓടിക്കുന്നുണ്ടായിരുന്നു. കാലങ്ങൾക്ക് പുറകോട്ടുള്ള മൂന്നാറിനെ അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു. തേജോമയമായ ആ കണ്ണുകൾ അദ്ദേഹം തുറന്നു. പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം പറയുവാൻ തുടങ്ങി. കന്നിമലയാറും നല്ല തണ്ണിയാറും മാട്ടുപ്പെട്ടിയാറും. ഇവ മൂന്നും സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നത്. ജോൺ ഡാനി മൺട്രോ എന്ന ബ്രിട്ടീഷ് സായിപ്പാണ് ഈ സ്വപ്നഭൂമി കണ്ടെത്തിയത്. ബ്രിട്ടനിലെ സ്വർണ്ണ ഇലയെന്ന പേരിലുള്ള ശുദ്ധമായ തേയില ഈ സ്വപ്നഭൂമിയിലെ മണ്ണിൽ നന്നായി വിളയുമെന്ന് മനസ്സിലാക്കിയ അയാൾ തിരുവിതാംകൂർ രാജാവിൻ്റെ അധീനതയിലുള്ള 1,36,600 ഹെക്ടർ മലനിരകളെ പാട്ടവ്യവസ്ഥയിൽ സ്വന്തമാക്കി. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടത്തിൽ അവർ ഈ മണ്ണിൽ തേയില കൃഷി ആരംഭിച്ചു. മധുര പോലുള്ള പ്രദേശത്തെ തൊഴിലാളികളെയാണ്
അവർ അതിനായി കണ്ടെത്തിയത്. ആ തൊഴിലാളികളെ നിയന്ത്രിക്കുവാൻ ക്രൂരന്മാരായ കങ്കാണിമാരും ഉണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങളാൽ നിബിഡമായ വനങ്ങളിൽ വേട്ടയാടിയും കങ്കാണിമാർ ഒരുക്കിക്കൊടുത്ത സുഖസൗകര്യങ്ങളിൽ ആറാടിയും അവർ കഴിഞ്ഞു. യാത്രാ സൗകര്യത്തിനു വേണ്ടിയുള്ള റോഡുകളും പാലങ്ങളും ഡാമുകളും നിർമ്മിക്കുന്നതിനായാണ് മുഖ്യ എഞ്ചിനീയറായ റൂഡിംഗ് എന്ന സായിപ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് എത്തുന്നത്. യുവാവായ എഞ്ചിനീയറായിരുന്നു റൂഡിംഗ്. അക്കാലത്താണ് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് നിർമ്മിക്കുന്നത്. ലഹരിക്കടിമയായിരുന്നു റൂഡിംഗ് സാഹിബ്. അടിയാന്മാരോട് ക്രൂരമായാണ് അയാൾ പെരുമാറിയിരുന്നത്. ഇന്ത്യൻ മന്ത്രവാദത്തിൽ ആകൃഷ്ടനായിരുന്നു അയാൾ. ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന ബ്ലാക്കി എന്ന കുതിരപ്പുറത്തായിരുന്നു അയാളുടെ സഞ്ചാരം. ഒരിക്കൽ കൊളുക്കുമലയുടെ താഴ്വാരത്തിലൂടെ അയാൾ മൃഗവേട്ടയ്ക്കിറങ്ങി. ആദ്യമായിട്ടാണ് അയാൾ ആ പ്രദേശത്ത് വേട്ടയ്ക്ക് വരുന്നത്. നായാട്ടിന് സഹായിയായി വേണ്ട സാധനങ്ങളുമായി ഒരു കങ്കാണിയെയും കൂട്ടിയിരുന്നു. അയാളും ഒരു കുതിരപ്പുറത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത്. നയനസുന്ദരമായ വനഭൂമി, മത്തുപിടിപ്പിക്കുന്ന കാഴ്ചകൾ, പൂത്തുലഞ്ഞു നിൽക്കുന്ന വനപുഷ്പങ്ങൾ. ഈ കാഴ്ചകൾക്കിടയിൽ ദൂരെ എവിടെയോ ഒരു വെള്ളച്ചാട്ടത്തിന്റെ നേർത്ത ശബ്ദം അയാൾ കേട്ടു. റൂഡിംഗ് തന്റെ കുതിരയെ അങ്ങോട്ട് പായിച്ചു. ഒരു പരന്ന പാറയുടെ മുകളിൽ അയാൾ എത്തി. ആ കാഴ്ച കണ്ടയാൾ നിന്നുപോയി. സുന്ദരമായ ഒരു വെള്ളച്ചാട്ടം വെള്ളി അരഞ്ഞാണം പോലെ താഴേക്കൊഴുകുന്നു. അയാൾ കയ്യിൽ കരുതിയിരുന്ന ബൈനാക്കുലർ എടുത്ത് കണ്ണിൽ ചേർത്ത് വെച്ച് നോക്കി. ആ അരുവി പതിക്കുന്നതിന് താഴെ ഒരു ചെറു തടാകം. ആ തടാകത്തിലേക്ക് അയാൾ ബൈനാക്കുലർ സൂം ചെയ്തു നോക്കി. ഞെട്ടലോടെ അയാൾ നിന്നു. ആ കാഴ്ച അവിശ്വസനീയമായിരുന്നു. മെല്ലിച്ച ഒരു മനുഷ്യൻ ആ ചെറുതടാക മധ്യത്തായി പത്മാസനത്തിലിരിക്കുന്നു. അവിടേക്ക് അയാൾ ഓടി. ആ തടാകത്തിനരികിലായി റൂഡിംഗ് പതുങ്ങി നിന്നു. ആഴമേറിയ നീലജലത്തിൽ ഒരു വലിയ ഇലയിലാണ് ആ മനുഷ്യൻ ഇരിക്കുന്നത്. നീണ്ട ജട പിടിച്ച മുടിനാരുകൾ ശിരസിനു മുകളിലായി കെട്ടിവെച്ചിട്ടുണ്ട്. വെള്ളി പോലെ നരച്ച താടിരോമങ്ങൾ ജലത്തിനൊപ്പം അയാളുടെ മടിയിൽ വീണ് കിടക്കുന്നു. ആ മനുഷ്യൻ കണ്ണുകളടച്ച് ധ്യാനത്തിലാണ്. ചുറ്റുപാടും നടക്കുന്നതൊന്നും അയാൾ അറിയുന്നില്ല. സായിപ്പ് കയ്യിലിരുന്ന ഇരട്ടക്കുഴൽ തോക്ക് മുകളിലേക്കുയർത്തി കാഞ്ചി വലിച്ചു. ശക്തമായ വെടിയുച്ച മുഴങ്ങി. താഴ്വാരങ്ങളിൽ ആ ശബ്ദം പ്രതിധ്വനിച്ചു. മെല്ലിച്ച ആ സന്യാസി കണ്ണു തുറന്നു. തെല്ലും പതറാതെ ആ സന്യാസി തപശക്തിയാൽ തീക്ഷ്ണമായ നയനങ്ങൾ കൊണ്ട് ആ സായിപ്പിനെ നോക്കി. എന്നിട്ട് ആ ജലോപരിതലത്തിലൂടെ ആ താപസൻ നടന്നു, ഭൂമിയിലൂടെ നടക്കും പോലെ. ആ കാഴ്ച കണ്ട് സായിപ്പ് സ്വപ്നത്തിലെന്ന പോലെ നിന്നു. ആ സന്യാസി പാറക്കെട്ടുകൾക്കിടയിൽ അപ്രത്യക്ഷമായി. ഫാദർ വാക്കുകൾ നിർത്തി. മക്കളെ, നേരം ഒരുപാടായി. അത്താഴം കഴിക്കുവാൻ സമയമായി. ഇന്നിനി നിങ്ങൾ തിരികെ പോകേണ്ട. രാത്രിയിലുള്ള യാത്ര അപകടമാണ്. ഇവിടെ നിങ്ങൾക്ക് തങ്ങാം. ഇനിയുള്ള കഥകൾ നാളെ പറയാം. മനുവിന് ആ വാക്കുകൾ ആശ്വാസമായി. തങ്ങൾ സംസാരിക്കുന്നത് തൽക്കാലം ഷെറിൻ അറിയേണ്ട. അവൾ ഒരുപാട് നേരമായി സ്വീകരണമുറിയിലിരിക്കുകയാണ്. അവർ മൂവരും ഫാദറിന്റെ മുറിയിൽ നിന്നും വെളിയിലിറങ്ങി. എല്ലാവരും ഒന്നിച്ച് വിശാലമായ ടേബിളിന് ചുറ്റുമിരുന്നാണ് അത്താഴം കഴിച്ചത്. ഫാദർ ഇടയ്ക്ക് ആരോമലിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അത്താഴത്തിന് ശേഷം അവർക്കൊരുക്കിയിരുന്ന മുറികളിലേക്ക് അവർ കയറി. മനുവും കുടുംബത്തിനും ഒരു മുറിയും കാർത്തികേയനും ജോമോനും വേറൊരു മുറിയിലുമായാണ് കിടന്നത്. പുലർക്കാലത്തെ സുഖകരമായ ഉറക്കത്തിൽ മനു സുന്ദരമായ ഒരു സ്വപ്നം കണ്ടു. കത്തിജ്വലിക്കുന്ന രൂപത്തോടെ തന്നെ വാത്സല്യത്തോടെ നോക്കി നിൽക്കുന്ന 3 സന്യാസിമാർ. അവൻ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അപ്പോൾ ചക്രവാളത്തിന്റെ കിഴക്കേ ചെരുവിൽ വെള്ള കീറുവാൻ തുടങ്ങിയിരുന്നു. മന്ത്രവാദിയായ ഭൈരവനെക്കുറിച്ച് റൂഡിംഗ് സായിപ്പിനോട് ദ്വിഭാഷിയായ കങ്കാണിയാണ് പറഞ്ഞത്. ആലുവ മൂന്നാർ വഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് പറഞ്ഞത്. വാളറ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ചെന്നെത്താൻ പ്രയാസമുള്ള പാറയിടുക്കിലുള്ള ഗുഹയിലാണ് അയാളുടെ വാസം. മഹാമാന്ത്രികരായ ആരണക്കാട്ട് ഇല്ലത്തിൽ ജനിച്ച അയാൾ
പിന്നീട് ദുർമന്ത്രവാദത്തിലേക്ക് തിരിഞ്ഞപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട സർപ്പജന്മം. മദ്യവും മദിരാക്ഷിയുമായുള്ള ജീവിതം. എന്തു വിചാരിച്ചാലും നേടാവുന്ന, ദുർമൂർത്തികളെ വരുതിയിലൊതുക്കിയ മന്ത്രവിദ്യയിൽ അഗ്രഗണ്യൻ. വല്ലപ്പോഴുമൊരിക്കൽ നാട്ടിലെത്തുന്ന ഭൈരവനെ കാണുമ്പോൾ തന്നെ ജനങ്ങൾ പേടിയോടെ ഓടി ഒളിക്കുമായിരുന്നു. ദുർമന്ത്രവാദത്തിലൂടെ എന്തും ചെയ്യാമെന്നുള്ള അവസാന വാക്കായിരുന്നു ഭൈരവൻ എന്ന മന്ത്രവാദി. ഇതുപോലൊരാളെയാണ് റൂഡിംഗ് തേടി നടന്നത്. കുത്തനെയുള്ള പാറക്കെട്ടുകൾ താണ്ടി വളരെ നേരത്തെ ശ്രമഫലമായാണ് ഭൈരവന്റെ ഗുഹാമുഖത്തെത്തുവാൻ അവർക്ക് കഴിഞ്ഞത്. അവിടെ എത്തിയപ്പോൾ അങ്ങകലെ ആർത്തലച്ച് ഒഴുകി താഴേക്ക് പതിക്കുന്ന വാളറ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ജീവനിൽ കുതിയുള്ളവരാരും കടന്നെത്തുവാൻ മടിക്കുന്ന സ്ഥലം. 2 പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരാൾക്ക് കുനിഞ്ഞു കയറാവുന്ന ഗുഹാമുഖം. ഗുഹാമുഖത്തായി എരിഞ്ഞു തീർന്ന ഒരു തീപ്പന്തം. കങ്കാണി മുന്നിലായും റൂഡിംഗ് പിൻപിലായും ഭയത്തോടാണ് ഗുഹയിലേക്ക് അവർ കയറിയത്. എന്തിനും മടിക്കാത്തവനാണ് അയാളെന്ന് നേരത്തെ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു. സായിപ്പ് കൈവിരലുകൾ അരയിലെ തോൽബാഗിലെ റിവോൾവറിൽ തൊട്ടിരുന്നു. ഗുഹാമുഖം കയറിയ അവർ വിശാലമായ ഒരിടത്തേക്കാണ് എത്തിയത്. അവിടവിടായി എരിയുന്ന പന്തങ്ങൾ മുനിഞ്ഞു കത്തുന്നുണ്ട്. മുകളിൽ നിന്നും ചെറു ഉറവകൾ നിലത്ത് വീണ് തറയിലൂടെ തന്നെ അപ്രത്യക്ഷമാകുന്നുണ്ട്. ഒരു കല്ലിൽ കട്ട പിടിച്ചിരുന്ന രക്തത്തിന്റെ രൂക്ഷഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. അവിടെ ഒരു പരന്ന പാറയുടെ മുകളിലായി മുനിഞ്ഞു കത്തുന്ന പന്തത്തിന്റെ വെളിച്ചത്തിൽ കണ്ട കാഴ്ച അവരെ നിശ്ചലരാക്കി. അവർ നിർനിമേഷരായി നിന്നുപോയി. അന്തരീക്ഷത്തിൽ തങ്ങളെ 2 പേരെയും ചെരിഞ്ഞുള്ള കിടപ്പിൽ നോക്കിക്കാണുന്ന ഒരാൾ. ഭൈരവൻ! കങ്കാണി റൂഡിങ്ങിന്റെ ചെവിയിൽ വിറയാർന്നു മന്ത്രിച്ചു. അയാൾക്ക് 50 വയസ്സിനോടടുത്ത് പ്രായം വരും. തലയിൽ എഴുന്നേൽക്കുന്ന കുറ്റിരോമങ്ങൾ, രോമാവൃതമായ ശരീരം, കടഞ്ഞെടുത്ത പോലുള്ള ഉറച്ച ശരീരം. ചുവന്ന പട്ടാണ് അയാൾ ഉടുത്തിരിക്കുന്നത്. ഇരുവരും തന്നെ കണ്ടുവെന്നറിഞ്ഞപ്പോൾ അയാൾ ശൂന്യതയിലുള്ള ആ കിടപ്പ് ഒന്ന് മാറ്റി നിവർന്നിരുന്നു. അയാളുടെ മുന്നിലായുള്ള ഹോമകുണ്ഡത്തിലെ കറുത്ത പുക ശമിച്ചിരുന്നില്ല. ആ പുക ദുർഗന്ധം വമിക്കുന്നതായിരുന്നു. ആ ഇരുപ്പിൽ അയാൾ ഒഴുകി താഴെ ആ പരന്ന പാറയിൽ ആസനസ്ഥനായി. എന്തിനാണ് നിങ്ങൾ എന്നെ തേടിയെത്തിയത്? മനുഷ്യരാരും ഇവിടെ എന്നെ തേടി എത്താറില്ല. ഒരു പരിഹാസത്തോടായി കങ്കാണിയോടാണ് അയാൾ ചോദിച്ചത്. ഇടിമുഴക്കം പോലുള്ള അയാളുടെ ശബ്ദം ഗുഹയിൽ മുഴങ്ങി. ഈ സായിപ്പിന് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിനുള്ള അനുവാദത്തിനായാണ് ഞങ്ങൾ എത്തിയത്. കങ്കാണി ഭയഭക്തിയോടെ താണു തൊഴുതാണ് ഭൈരവനോട് പറഞ്ഞത്. ഭൈരവൻ പൊട്ടിച്ചിരിച്ചു. ക്ഷീമയിൽ നിന്നും എന്റെ ശിഷ്യനാകുവാൻ എത്തിയിരിക്കുന്നു. അയാൾക്ക് ചിരി അടക്കുവാൻ കഴിഞ്ഞില്ല. അയാൾ വീണ്ടും ഉറക്കെ ചിരിച്ചു. ഒന്നും മനസ്സിലാകാതെ റൂഡിംഗ് നിന്നു. ഭൈരവൻ പറഞ്ഞ കാര്യങ്ങൾ സായിപ്പിനെ കങ്കാണി അയാളുടെ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കി. ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവന്ന വിശിഷ്ടമായ ഒരു കുപ്പി സ്കോച്ച് അയാൾ ഭൈരവന്റെ കാൽക്കലായി വെച്ചു. ചെറിയ ഒരു ആലോചനയ്ക്കൊടുവിൽ ഭൈരവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ തേടി ഇങ്ങോട്ടു വരേണ്ട. ഞാൻ നിങ്ങളുടെ ബംഗ്ലാവിലെത്തും. എനിക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഒരുക്കണം. ചുവന്ന കണ്ണുകളോടെ അവരെ 2 പേരെയും അയാൾ ഒഴിഞ്ഞു. പിന്നെ ആ ബോട്ടിലിന്റെ കോർക്ക് തുറന്ന് ആ വിസ്കി അയാൾ അണ്ണാക്കിലേക്ക് കമഴ്ത്തി. അവർ ഇരുവരും വളരെ സന്തോഷത്തോടെയാണ് മടങ്ങിയത്. ഫാദർ സംസാരം ഇടയ്ക്ക് നിർത്തി. അദ്ദേഹം ചിന്താധീനനായി. നിങ്ങൾക്കറിയുമോ, പണ്ട് മൂന്നാറിൽ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നുവെന്നത്? അദ്ദേഹം മനുവിനോടായാണ് ചോദിച്ചത്. മനു നിശബ്ദനായിരുന്നു. ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞാലേ കഥ പൂർത്തിയാകൂ. മൂന്നാർ, മാട്ടുപ്പെട്ടി, പാലാർ, കുണ്ടള എന്നീ സ്ഥലത്തൂടെ 40 കിലോമീറ്റർ ദൂരത്തോടെ ഒരു മോണോ റെയിൽ ഉണ്ടാക്കിയാൽ ഇവിടെ ഉണ്ടാക്കുന്ന സംസ്കരിച്ച തേയില കുണ്ടളയിൽ നിന്നും തൂത്തുക്കുടി തുറമുഖം വഴി ബ്രിട്ടനിലെത്തിക്കാം. കൂടാതെ ഈ സ്വപ്നഭൂമിയിലെ പല വികസന പ്രവർത്തനങ്ങൾക്കും ഈ മോണോ ട്രെയിൻ ഉപകാരപ്പെടും. അങ്ങനെ 1900 ആണ്ടോടെ അവർ മോണോ ട്രെയിനിന്റെ പണി ആരംഭിച്ചു.
1909 ആ ട്രെയിൻ ഗതാഗതം ആരംഭിച്ചു. പിന്നീട് 1924 ആ ഗതാഗതം ശക്തമായ പ്രകൃതിക്ഷോഭത്താൽ തകർന്നടിഞ്ഞു. ആ തകർച്ചയും ഈ കഥയോടനുബന്ധിച്ചുള്ളതാണ്. ഫാദർ അവർ 3 പേരുടെയും മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. മൂന്നാറിലൂടെ ട്രെയിൻ കൂവിയോടിയ ഭൂതകാലത്തെക്കുറിച്ച് അവർ ഓർത്തു. ആ കാലം മൂന്നാർ ശരിക്കും സ്വപ്നഭൂമി തന്നെയായിരുന്നു. പുലർക്കാലത്തെ സുഖകരമായ തണുപ്പിൽ ഇടയ്ക്കിടയ്ക്കായി അവർ ചായ മുത്തിക്കുടിക്കുന്നുണ്ടായിരുന്നു. മഞ്ഞിൻ്റെ നേർമയാർന്ന പുകപടലങ്ങൾ അവിടവിടായി ഒഴുകി കളിക്കുന്നുണ്ടായിരുന്നു. പ്രഭാത സൂര്യൻ്റെ സ്വർണവർണ്ണമാർന്ന കിരണങ്ങൾ ഫാദറിൻ്റെ മുറിയിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. റൂഡിംഗ് സാഹിബിൻ്റെ ബംഗ്ലാവിൽ ഭൈരവൻ തീർത്ത ഹോമകുണ്ടത്തിനു മുൻപിലായി റൂഡിംഗ് ഇരുന്നു. തൊഴുകരങ്ങളുമായി ഭൈരവൻ ഉരുക്കുകളഴിച്ച മന്ത്രശീലുകളുടെ ഒടുവിൽ കണ്ണു തുറന്നു. എന്തോ കണ്ടെത്തിയ മുഖഭാവത്തോടെ ആ സത്യമയാൾ സായിപ്പിനോട് പറഞ്ഞു. മഹാകാലയന്ത്രമെന്ന ഭൂമിയുടെ ജാതകം ഇവിടെ എവിടെയോ ഉള്ള ഒരു നിലവറയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ഗ്രന്ഥം നമ്മൾക്ക് കണ്ടെത്തിയേ പറ്റൂ. മഹാകാലയന്ത്രം. ഇതുവരെയും ഇങ്ങനെയൊരു പദം അവർ മൂവരും കേട്ടിട്ടില്ല. മനുവും ജോമോനും കാർത്തികേയനും ഒന്നും തന്നെ മനസ്സിലാകാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതിനാൽ അതേക്കുറിച്ച് വിശദമായി ചോദിക്കുവാൻ അവർ മുതിർന്നില്ല. ആ മുഖത്തു നിന്നും അറിയുവാൻ അവർ മൂവരും അക്ഷമരായി കാത്തിരുന്നു. ഫാദറിന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. അദ്ദേഹത്തിന്റെ കട്ടപിടിച്ച പുരികക്കുടികൾ ആലോചനാഭാവത്തിൽ വളഞ്ഞു. കുറച്ചുനേരം അദ്ദേഹം നിശബ്ദനായി, എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ. മഞ്ഞിന്റെ കുളിർമയിൽ തണുത്ത ഇരുകരങ്ങളും അദ്ദേഹം കൂട്ടിത്തിരുമ്മി ചൂട് പിടിപ്പിച്ചു. എന്നിട്ട് പറയുവാൻ തുടങ്ങി പതിഞ്ഞ ശബ്ദത്തോടെ. മഹാകാലയന്ത്രമെന്നത് ഭൂമിയുടെ ജാതകം തന്നെയാണ്. മഞ്ഞുറഞ്ഞ ഹിമവാന്റെ താഴ്വാരങ്ങളിലെ വലിയ ഗ്ലേഷ്യറുകളുടെ ഉള്ളിലെവിടെയോ കാലങ്ങളായി തപസ്സനുഷ്ഠിക്കുന്ന ഋഷിമാരുടെ മഹാഗുരുവായ ബാബാജിയുടെ കൈകളിൽ ഭദ്രമായി സൂക്ഷിക്കേണ്ട ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ ഭൂഗോളത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരമെല്ലാം അടങ്ങിയിരിക്കുന്നു. നിഗൂഢമായ പ്രപഞ്ച രഹസ്യങ്ങളുടെ താക്കോലും കൂടിയാണ് ഈ ഗ്രന്ഥമെന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിയുടെ നിലനിൽപ്പിനായുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ട്. ഹിമഭൂമിയിൽ മഞ്ഞുറയുമ്പോൾ അസഹനീയമായ ആ തണുപ്പിനെ താങ്ങാനാകാതെ ജീവജാലങ്ങൾ വലയുന്ന 6 മാസങ്ങൾ. അപ്പോഴാണ് ബദരീനാഥിൽ അഖണ്ഡദീപം തെളിയുന്നത്. ആ വേളയിൽ ഹിമഭൂമിയിലെ മഹാഗുരുക്കന്മാർ ഈ ഗ്രന്ഥം ദക്ഷിണേന്ത്യയിലെ ദൈവചൈതന്യം വഴിഞ്ഞൊഴുകുന്ന ഹിമഭൂമിക്ക് സമാനമായ മൂന്നാറിലെ മുനിയറകളിൽ ഭദ്രമായി വയ്ക്കുകയാണ് പതിവ്. അങ്ങനെ 6 മാസം സാധാരണ മനുഷ്യർ കടന്നു ചെല്ലാത്ത ഹിമാലയത്തിലെ നിഗൂഢമായ സ്ഥലത്തും പിന്നീടുള്ള 6 മാസം ഇവിടുള്ള മുനിയറയിലുമാണ് ഈ ഗ്രന്ഥം സൂക്ഷിച്ചിരിക്കുന്നത്. അതിശക്തമായ മന്ത്രതന്ത്രബന്ധിതമായാണ് ഇവിടുള്ള മുനിയറയിൽ ഈ ഗ്രന്ഥം സൂക്ഷിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളായി ഈ ഗ്രന്ഥം ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്നു. നിർമ്മലമായ ഈ ഗ്രന്ഥം ജീവൻ തുടിക്കുന്നതാണ്. ഹിമാലയത്തിൽ വളരുന്ന ഭുർജു മരത്തോലിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണിത്. ഈ മഹാഗ്രന്ഥം ഒരു ദുഷ്ടശക്തിയുടെ കയ്യിൽ ചെന്നെത്തപ്പെട്ടാൽ ഭൂമിയുടെ നാശം തുടങ്ങുകയായി. മരണമില്ലാത്ത ഹിമാലയൻ മാമുനിമാർ ലോകനന്മയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് ഈ മഹാകാലയന്ത്രമെന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഭൈരവൻ എന്ന ദുർമന്ത്രവാദിയുടെ ജ്ഞാനദൃഷ്ടിയിൽ അറിഞ്ഞിരിക്കുന്നത്. എങ്ങനെയും ഈ ഗ്രന്ഥം സ്വന്തമാക്കുവാൻ സായിപ്പ് കൊതിച്ചു. ഈ ഗ്രന്ഥം സ്വന്തമാക്കിയാൽ ഈ ലോകം മുഴുവനും തൻ്റെ കൈപ്പിടിയിൽ. അങ്ങനെ പല മനക്കോട്ടകളും റൂഡിംഗ് സാഹിബ് മെനഞ്ഞു. ആദ്യമായി ഈ ഗ്രന്ഥമിരിക്കുന്ന മുനീറ കണ്ടെത്തുക.
ശക്തിയേറിയ മാന്ത്രിക ബന്ധനത്തിലിരിക്കുന്ന ആ ഗ്രന്ഥം ബന്ധനങ്ങളഴിച്ച് വെളിയിലെടുക്കുക. അതിനായി ഭൈരവൻ എന്ന മന്ത്രവാദി തനിക്ക് ആവശ്യമാണ്. ലോകം മുഴുവനും തങ്ങളുടെ കാൽക്കീഴിലൊതുക്കിയ ബ്രിട്ടീഷുകാരൻ്റെ ബുദ്ധികൂർമ്മത അയാളിൽ ഉണർന്നു. അയാളുടെ മനസ്സു മുഴുവനും എങ്ങനെയും ആ ഗ്രന്ഥം സ്വന്തമാക്കുന്നതിനെക്കുറിച്ചായിരുന്നു. മദ്യവും മദിരാക്ഷിയും കൊണ്ട് ഭൈരവനെ അയാൾ മയക്കി. റൂഡിങ്ങിന്റെ ബംഗ്ലാവ് ഭൈരവനായി അയാൾ തുറന്നിട്ടു. ഭൈരവന് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട്, എല്ലാവിധ സുഖസൗകര്യങ്ങളും കൊടുത്തുകൊണ്ട്, മഹാകാലയന്ത്രം സ്വന്തമാക്കുന്നതിനുള്ള മന്ത്രവാദത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവർ തുടങ്ങി. അതിനുവേണ്ടി വാളറയിലെ വനമധ്യയുള്ള ഗുഹയിൽ അയാൾ എത്തി. നീചമന്ത്രങ്ങളുടെ താളിയോലകൾ എടുക്കുവാനാണ് അയാൾ വന്നത്. ആരും ചെയ്യാത്ത ഒടിവിദ്യകളുടെ ഓലകൾ. ഗുരുമുഖത്തു നിന്നും ആരിലും പ്രയോഗിക്കില്ലെന്ന് ശപഥം ചെയ്ത് പഠിപ്പിക്കുന്ന ഒടിവിദ്യ. ആ താളിയോലകൾ ഒരു ചെമ്പട്ടിൽ പൊതിഞ്ഞാണ് അയാൾ ഗുഹയിൽ നിന്നും ഇറങ്ങിയത്. അപ്പോൾ തൻ്റെ മുന്നിൽ ഒരു വൃദ്ധ താപസൻ നിൽക്കുന്നു. മെലിഞ്ഞുണങ്ങിയ ദേഹം, മരവുരിയാണ് വേഷം. രുദ്രാക്ഷമാലകൾ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. തൻ്റെ വഴിമുടക്കിയാണ് അദ്ദേഹം നിൽക്കുന്നത്. കണ്ടിട്ട് ആളത്ര നിസ്സാരനല്ല. ഭൈരവൻ ക്രുദ്ധത്തോടെയാണ് അദ്ദേഹത്തെ നോക്കിയത്. ശാന്തമായിരുന്നു ആ താപസന്റെ കണ്ണുകൾ. വഴി മാറൂ കിളവാ! ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിൽ ഭൈരവൻ അലറി. ആ ശബ്ദം കേട്ട് ആ വൃദ്ധതാപസൻ തെല്ലും പതറിയില്ല. ഭൈരവാ, നിന്നെ തേടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. നിന്നോടെനിക്ക് സംസാരിക്കാനുണ്ട്. ഇത് പറയുമ്പോൾ ആ താപസന്റെ യോഗനയനങ്ങൾ ശാന്തമായിരുന്നു. ആരും കടന്നുവരാൻ മടിക്കുന്ന എന്റെ ഗുഹാമുഖത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുവാനുള്ള ധൈര്യം തനിക്കെങ്ങനെ വന്നു, പരട്ടക്കിളവ? ഭൈരവൻ ക്ഷോഭമടക്കാനാകാതെ ഗർജിച്ചാണ് സംസാരിച്ചത്. നീ ക്ഷോഭിതനാകാതെ ഞാൻ പറയുന്നത് കേൾക്കുന്നത് നിന്റെ നന്മയ്ക്കുതകും. അല്ലെങ്കിൽ... വാക്കുകൾ പൂർത്തിയാക്കാതെ അദ്ദേഹം നിർത്തി. ഭൈരവൻ മുമ്പോട്ട് നടന്നു. വഴി തടഞ്ഞതുപോലെ നിന്ന താപസനു നേരെ ആ നടപ്പിൽ തന്നെ തന്റെ ബലിഷ്ഠമായ കാലുകൾ ഉയർത്തി അദ്ദേഹത്തിന്റെ നെഞ്ചു ലക്ഷ്യമാക്കി അയാൾ ആഞ്ഞു ചവിട്ടി. ശക്തിയോടെ ചവിട്ടിയ ഭൈരവന്റെ കാലിൽ ആ മെല്ലിച്ച താപസൻ ഒരു അഭ്യാസിയെപ്പോലെ ചാടിപ്പിടിച്ചു. എന്നിട്ട് ഊക്കോടെ ഭൈരവനെ അന്തരീക്ഷത്തിലൂടെ 2 ചുഴറ്റൽ ചുഴറ്റി. ബലിഷ്ഠകായനായ ഭൈരവൻ ഒരു പമ്പരം പോലെ വായുവിൽ വട്ടം കറങ്ങി. ആ കറക്കത്തിനൊടുവിൽ നെഞ്ചും തല്ലി അയാൾ ശക്തമായി പാറപ്പുറത്തു വീണു. ശക്തമായ ആ വീഴ്ചയിൽ നിന്നും ചാടി എഴുന്നേൽക്കുവാൻ ഭൈരവൻ ശ്രമിച്ചു. കഴിയുന്നില്ല. സകല ശക്തിയും എടുത്തു നോക്കി. നിസ്സഹായനായി അവൻ കിടന്നു, കൈകാലുകൾ ബന്ധനസ്ഥനാക്കിയതുപോലെ. ശരീരമൊന്നു ചലിപ്പിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മഹാമന്ത്രവാദി എന്നഹങ്കരിച്ച താനിപ്പോൾ ആ വൃദ്ധ താപസന്റെ കാലടികളിൽ കിടക്കുന്നു. ശരീരത്തിലൂടെ പടർന്നു കയറുന്ന വേദനയിൽ ഭൈരവൻ പുളഞ്ഞു. അയാളൊന്നു കരഞ്ഞു നോക്കി. ശബ്ദം വെളിയിൽ വരുന്നില്ല. ചെമ്പട്ടിൽ പൊതിഞ്ഞിരുന്ന താളിയോലകൾ ആ സന്യാസിയുടെ കരങ്ങളിൽ ഭദ്രമായിരിക്കുന്നത് ആ കിടപ്പിൽ അവൻ കണ്ടു. ഇന്ദ്രിയങ്ങളിൽ ചലനശേഷിയുള്ളത് തൻ്റെ കണ്ണുകൾക്ക് മാത്രം. എല്ലാം അറിയുന്നതിനു വേണ്ടി മാത്രം മനഃപൂർവം തൻ്റെ കണ്ണുകൾ സ്വതന്ത്രമാക്കി തന്നിരിക്കുന്നത് പോലെ. എല്ലാം കണ്ടുകൊണ്ടവൻ നിസ്സഹായനായി കിടന്നു. ഭൈരവ, ഇത് നിന്റെ അഹങ്കാരത്തിനുള്ള ചെറിയ ശിക്ഷയാണ്. ഇനി നീ അനുസരിച്ചില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ നിനക്ക് താങ്ങാനാവാത്തതാകും. നിന്റെ ഇപ്പോഴുള്ള ഉദ്യമത്തിൽ നിന്നും പിന്മാറുവാൻ നിനക്കിനിയും സമയമുണ്ട്. അദ്ദേഹം ഭൈരവനെ നോക്കി ശാന്തമായി കുറച്ചുനേരം നിന്നു. നീണ്ട താടിരോമങ്ങളിലൂടെ കൈയോടിച്ചുകൊണ്ട് ആ താപസൻ തുടർന്നു. മഹാകാലയന്ത്രം എന്നത് നിന്നെപ്പോലുള്ള അധമന്മാർക്കുള്ളതല്ല. ഭൂമിയിൽ നന്മകൾ വിതയ്ക്കുവാനുള്ളതാണ്. ദുഷ്ടശക്തികൾ വിളയാടുന്ന ഭൂമിക്ക് ഒരു തണലായി ഞങ്ങളെപ്പോലുള്ള യോഗികൾ യുഗാന്തരങ്ങളായി തപശക്തിയിലൂടെ ആർജിച്ചെടുത്ത കഴിവുകളാണ് നീ തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നത്. കാലം നിനക്ക് മാപ്പ് തരികയില്ല ഭൈരവ. ഞാൻ ഈ താളിയോലകൾ കൊണ്ടുപോകുന്നു.
ആ വൃദ്ധ താപസൻ പറഞ്ഞു നിർത്തി.